ഉറക്കമില്ലാത്ത ഒരാൾക്ക് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ജോലി ചെയ്യുന്ന ഇടയിൽ പെട്ടെന്ന് പുള്ളിക്കാരൻ പോലും അറിയാതെ കുറച്ച് വളരെ തുച്ഛമായ കുറച്ച് സമയം ഒരു 2-3 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു കുറച്ച് ഫ്യൂ സെക്കൻഡ്സിന് പെട്ടെന്ന് ഒരു മയക്കത്തിലേക്ക് അങ്ങ് പോകും. പെട്ടെന്ന് പുള്ളിക്കാരൻ പോലും അറിയത്തില്ല. എന്നിട്ട് പെട്ടെന്ന് തിരിച്ചു ഉയരും. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇത് ഉറക്കം ഇല്ലാത്ത ആൾക്കാർക്ക് സംഭവിക്കുന്നതാണ്. ഇതിൻ്റെ അബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കണ്ടിന്യൂസ് കോൺസെൻട്രേഷൻ ആവശ്യമുള്ള ജോലി ചെയ്യുമ്പോഴും ഈ മൈക്രോസ്ലീപ്പ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അപകടത്തിലേക്ക് പോകാം. ഫോർ എക്സാമ്പിൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മൈക്രോസ്ലീപ്പ് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുന്നതാണ് ഈ അപകടങ്ങളുടെ ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ മൈക്രോസ്ലീപ്പാണ്. ആൾക്കാർ രാത്രി ജോലി ചെയ്തിട്ട് പിന്നെ ഉറങ്ങാതെ പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ മൈക്രോസ്ലീപ്പ് വരുമ്പോൾ എവിടെയെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ച് വരാറുണ്ട്. പിന്നെ എന്തെങ്കിലും മെഷീനറി ഓപ്പറേറ്റ് ചെയ്യുമ്പം കൈയൊക്കെ വളരെ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ മൈക്രോസ്ലീപ്പ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ കൈ ചിലപ്പം അകത്തേക്ക് പോയി നമുക്ക് മുറിവ് സംഭവിക്കാം. അങ്ങനെ പല രീതിയിലുള്ള അപകടം വരാനുള്ള സാധ്യതയുള്ളൊരു സംഭവമാണ് മൈക്രോസ്ലീപ്പ്.